നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാക്ഷരതാ മിഷന്റെ +2 തുല്യത 2025 ജൂലൈയിൽ നടന്ന പൊതുപരീക്ഷയുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലും പരമാവധി എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പർ ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ചാനലിൽ ലഭ്യമാണ്. ആ ക്ലാസ്സുകൾ കൂടി കാണുക. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ വിഷയങ്ങളുടെയും മുൻവർഷ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 16 സ്കോറിന് ഉത്തരമെഴുതുവാനാണ് തന്നിരിക്കുന്നത്. 1 മുതൽ 12 വരെ ആകെ 20 സ്കോറിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ 16 സ്കോറിന് ഉത്തരമെഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നും സ്വീകരിച്ചതാണ്? ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏതു രാജ്യത്ത് നിന്നും സ്വീകരിച്ചതാണ്? ഓപ്ഷൻസ്: സോവിയറ്റ് യൂണിയൻ, കാനഡ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ഉത്തരം സോവിയറ്റ് യൂണിയൻ. ഉത്തരം സോവിയറ്റ് യൂണിയൻ അഥവാ USSR. ഇത് ഭാഗം 1 ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയമെന്ന 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി കൂടുതൽ മനസ്സിലാക്കുക. 2ാമത്തെ ചോദ്യം: അമേരിക്കൻ അനുകൂല വിദേശ നയത്തെ പിന്തുണച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ഏത്? അമേരിക്കൻ അനുകൂല വിദേശ നയത്തെ പിന്തുണച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ഏത്? ഓപ്ഷൻസ്: സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഉത്തരം സ്വതന്ത്ര പാർട്ടി. ഉത്തരം സ്വതന്ത്ര പാർട്ടി. ഭാഗം 1 പേജ് നമ്പർ 43 സ്വതന്ത്ര പാർട്ടിയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കുക. 1959 സ്വതന്ത്ര പാർട്ടി രൂപീകൃതമായത്. സി രാജഗോപാലാചാരി, KM മുൻഷി, NG രംഗ, മിനു മസാനി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. 3ാമത്തെ ചോദ്യം: 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻസ്: ഗരീബി ഹട്ടാവോ, കോൺഗ്രസ് ഇതരത്വം, ജനാധിപത്യം സംരക്ഷിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഉത്തരം ജനാധിപത്യം സംരക്ഷിക്കുക. ഉത്തരം ജനാധിപത്യം സംരക്ഷിക്കുക. ഭാഗം 1 പേജ് നമ്പർ 111 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി കൂടുതൽ മനസ്സിലാക്കുക. 4ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആരായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻസ്: ഗോർബച്ചേവ്, ബ്രഷ്നേവ്, നികിത ക്രൂഷ്ചേവ്, സ്റ്റാലിൻ. ഉത്തരം നികിത ക്രൂഷ്ചേവ്. ഉത്തരം നികിത ക്രൂഷ്ചേവ്. ഭാഗം 2 ശീതസമര കാലഘട്ടം എന്ന 1ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അതിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5ാമത്തെ ചോദ്യം: തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യം ഏത്? തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യം ഏത്? ഓപ്ഷൻസ്: അമേരിക്ക, ജപ്പാൻ, ചൈന, ഇന്ത്യ. ഉത്തരം ചൈന. ഉത്തരം ചൈന. ഇത് ഭാഗം 2 പേജ് നമ്പർ 60 ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 1978 ഡെങ് സിയാവോ പിങ് ആണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത്. 6ാമത്തെ ചോദ്യം: സപ്തകക്ഷി മുന്നണി SPA എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തകക്ഷി മുന്നണി 7 പാർട്ടി അലയൻസ് അഥവാ SPA എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക. ഉത്തരം നേപ്പാൾ. ഉത്തരം നേപ്പാൾ. ഇത് ഭാഗം 2
പേജ് നമ്പർ 71 രാജഭരണവും ജനാധിപത്യവും നേപ്പാളിൽ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. പാഠഭാഗം നോക്കി കൂടുതൽ മനസ്സിലാക്കുക. 7ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻസ്: ട്രിഗ്ലി, യൂത്താണ്ട്, അന്റോണിയോ ഗുട്ടറസ്, കോഫി അന്നൻ. ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. 2017 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഇത് ഭാഗം 2 അന്തർദേശീയ സംഘടനകൾ എന്ന 6ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പാഠഭാഗം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. 8ാമത്തെ ചോദ്യം, ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: റിയോ ഡി ജനീറോ, പാരീസ്, ന്യൂയോർക്ക്, ലണ്ടൻ. ഉത്തരം റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ഭാഗം 2 പേജ് നമ്പർ 119 ഭൗമ ഉച്ചകോടി എന്ന ഭാഗം നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന പരിസ്ഥിതി വികസനം എന്ന വിഷയം ചർച്ച ചെയ്ത UN സമ്മേളനം ആണ് ഭൗമ ഉച്ചകോടി അഥവാ എർത്ത് സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്നത്. 9ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യത്തിന് 2 സ്കോർ ആണ്. ചോദ്യം നോക്കാം. പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം? പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം തമ്മിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എ നെഹ്റു പട്ടേൽ, ബി രാജീവ് ഗാന്ധി ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ, സി ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി, ഡി ജയപ്രകാശ് നാരായൺ കെ കാമരാജ്. ഉത്തരം രാജീവ് ഗാന്ധി ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ. രാജീവ് ഗാന്ധിയും ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ചേർന്നാണ് പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത്. ഭാഗം 1 പേജ് നമ്പർ 152 നോക്കുക. 1985 ജൂലൈയിലാണ് അകാലിദളിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഹർചന്ദ് സിംഗ് ലോങ്കോവാളുമായി രാജീവ് ഗാന്ധി പഞ്ചാബ് കരാറിൽ ഒപ്പുവെക്കുന്നത്. ഈ ഉടമ്പടി രാജീവ് ലോങ്കോവാൾ ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. അടുത്തത് 10ാമത്തെ ചോദ്യം. ഇതിന് 3 സ്കോർ ആണ്. ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കോളങ്ങൾ പൂരിപ്പിക്കുക. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കോളങ്ങൾ പൂരിപ്പിക്കുക. ഭാഗം 2 പേജ് നമ്പർ 51 ഈ കോളം ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ഇനി തന്നിരിക്കുന്ന സൂചകങ്ങൾ നോക്കാം. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്, ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം, സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള മിസൈൽ ആക്രമണം. ഇനി കോളത്തിൽ തന്നിരിക്കുന്നത് നോക്കാം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. കോളത്തിൽ ഒന്നാമതായി കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന്റെ ഉത്തരം കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം 1ാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം 1ാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്. ഈ ക്രമത്തിൽ വേണം ഇത് എഴുതാൻ. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. അതിനും 3 സ്കോറാണ്. ഭാഗം 1 ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്ന 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് നോക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, ഭാരതീയ കിസാൻ യൂണിയൻ എന്നിവയും, അറിയുവാനുള്ള അവകാശം, മീററ്റ് പ്രക്ഷോഭം, സർദാർ സരോവർ പദ്ധതി എന്നിവയുമാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. ഇനി ഇത് ചേരുംപടി ചേർക്കാം.
നർമ്മദ ബച്ചാവോ ആന്തോളൻ, സർദാർ സരോവർ പദ്ധതി. നർമ്മദ ബച്ചാവോ ആന്തോളൻ, സർദാർ സരോവർ പദ്ധതി. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, അറിയുവാനുള്ള അവകാശം. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, അറിയുവാനുള്ള അവകാശം. ഭാരതീയ കിസാൻ യൂണിയൻ, മീററ്റ് പ്രക്ഷോഭം. ഭാരതീയ കിസാൻ യൂണിയൻ, മീററ്റ് പ്രക്ഷോഭം. ഈ ക്രമത്തിൽ വേണം ഇതെഴുതാൻ. 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യവും ചേരുംപടി ചേർക്കുവാനാണ്. ഇതിന് 4 സ്കോറാണ്. ഭാഗം 1 ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. കുറച്ച് രാഷ്ട്രീയ നേതാക്കളും അവർ പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ചേരുംപടി ചേർക്കുവാനായി തന്നിരിക്കുന്നത്. നോക്കാം. 1ാമത്തെ കോളത്തിൽ ആചാര്യ നരേന്ദ്രദേവ്, എസ് എ ഡാംഗെ, സി രാജഗോപാലാചാരി, ശ്യാമപ്രസാദ് മുഖർജി എന്നീ പേരുകളും 2ാമത്തെ കോളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനസംഘം, സ്വതന്ത്ര പാർട്ടി എന്നീ രാഷ്ട്രീയ പാർട്ടികളുമാണ് തന്നിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി, ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി. എസ് എ ഡാംഗെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എസ് എ ഡാംഗെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി, സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം, ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം. ഇത് ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 13 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 13ാമത്തെ ചോദ്യം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രത്യേകതകൾ കണ്ടെത്തുക. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രത്യേകതകൾ കണ്ടെത്തുക. ഭാഗം 1 പേജ് നമ്പർ 123 നോക്കുക. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധേയവും ആദ്യത്തേതുമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇത് രൂപീകൃതമായത് ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർക്കിടയിലാണ്. ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർ പൊതുവെ കാടിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവരുടെ കാലികൾക്ക് ആവശ്യമായ പുല്ല്, പാകം ചെയ്യുന്നതിനാവശ്യമായ വിറക്, കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ തടി എന്നിവയെല്ലാം വനങ്ങളിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആഷ് മരങ്ങൾ, അതായത് ഒലിവ് വിഭാഗത്തിൽപ്പെട്ട ഒരു മരമാണ് ആഷ് മരങ്ങൾ. ഈ ആഷ് മരങ്ങൾ മുറിക്കുവാനുള്ള അനുമതി ഗ്രാമീണർക്ക് നിരോധിച്ചതും എന്നാൽ സൈമൺസ് എന്ന സ്പോർട്സ് കമ്പനിക്ക് അനുമതി നൽകിയതും ചിപ്കോ പ്രസ്ഥാന രൂപീകരണത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണർ മരത്തെ കെട്ടിപ്പുണർന്ന് അവയെ വെട്ടിവീഴ്ത്തുന്നത് തടഞ്ഞു. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരാണ്. അടുത്തത് 14ാമത്തെ ചോദ്യം. പഞ്ചാബ് കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? പഞ്ചാബ് കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഭാഗം 1 പേജ് നമ്പർ 152 നോക്കുക. രാജീവ് ഗാന്ധിയും അകാലിദൾ പ്രസിഡന്റായിരുന്ന ഹർചന്ദ് സിംഗ് ലോങ്കവാളുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചാബ് കരാർ. ഇതിന്റെ പ്രധാന വ്യവസ്ഥകൾ നോക്കാം. ചണ്ഡീഗഡ് പൂർണ്ണമായും പഞ്ചാബിന് കൈമാറും. പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്കിടയിലെ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ കമ്മീഷന് രൂപം നൽകും. രവി, ബിയാസ് നദികളിലെ ജലവിഭവ വിനിയോഗവുമായി ബന്ധപ്പെട്ട പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ ട്രിബ്യൂണലിന് രൂപം നൽകും. തീവ്രവാദത്തിന് ഇരയായവർക്ക് മെച്ചപ്പെട്ട പരിഗണന നൽകും. പഞ്ചാബിൽ നിന്നും സൈനിക പ്രത്യേക അവകാശ നിയമം പിൻവലിക്കും. ഇവയൊക്കെയാണ് പഞ്ചാബ് കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ. അടുത്തത് 15ാമത്തെ ചോദ്യം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ചെറു വിവരണം തയ്യാറാക്കുക. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ചെറു വിവരണം തയ്യാറാക്കുക. ഭാഗം 2 പേജ് നമ്പർ 10 നോക്കുക. മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയിരുന്ന അമേരിക്കയിൽ നിന്ന് ഫിഡൽ കാസ്ട്രോയുടെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയ്ക്ക് നേരെ ഏത് സമയത്തും അട്ടിമറി ഭീഷണി ഉണ്ടാവുമെന്ന് USSR അഥവാ സോവിയറ്റ് യൂണിയൻ ഭയപ്പെട്ടിരുന്നു. ക്യൂബയെ സംരക്ഷിക്കുന്നതിനും മേഖലയിൽ സോവിയറ്റ് സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും
USSR പ്രസിഡന്റായിരുന്ന നികിത ക്രൂഷ്ചേവ് തീരുമാനിക്കുകയും അതിനായി 1962 ക്യൂബയിൽ USSR ആണവായുധ മിസൈലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. രാജ്യം ആണവായുധ ഭീഷണിയിലാണെന്ന് അമേരിക്ക അറിയുന്നത് ആഴ്ചകൾക്ക് ശേഷമാണ്. അതേ തുടർന്ന് ക്യൂബയിലേക്ക് വരുന്ന സോവിയറ്റ് കപ്പലുകളെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി ഉത്തരവിടുകയും അതോടൊപ്പം ക്യൂബയിൽ നിന്നും മിസൈലുകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്കയുണ്ടാക്കിയ ഈ സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത്. 16ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യ സ്വീകരിച്ച വ്യത്യസ്ത നടപടികൾ പട്ടികപ്പെടുത്തുക. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യ സ്വീകരിച്ച വ്യത്യസ്ത നടപടികൾ പട്ടികപ്പെടുത്തുക. ഭാഗം 2 പേജ് നമ്പർ 122 കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കുക. ദേശീയ വാഹന ഇന്ധന നയം. ഇത് വാഹനങ്ങൾക്ക് ശുദ്ധമായ ഇന്ധനം ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. ഊർജ പരിരക്ഷണ നിയമം 2001. ഇതിന്റെ ഭാഗമായി ഇന്ധന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗരേഖ അവതരിപ്പിച്ചു. വൈദ്യുതി നിയമം 2003. ഇത് പുനരുപഭോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. ദേശീയ ബയോഡീസൽ പദ്ധതി. ഇതിന്റെ ലക്ഷ്യം 2012 11 കോടി ഹെക്ടർ ഭൂമിയിലേക്ക് ബയോഡീസൽ ഉൽപാദനം വ്യാപിപ്പിക്കുക എന്നതായിരുന്നു. അടുത്തത് 17ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? ആഗോളവൽക്കരണത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? ഭാഗം 2 പേജ് നമ്പർ 132 നോക്കുക. ആഗോളവൽക്കരണം മൂലം രാഷ്ട്രങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള ശേഷിക്ക് അല്ലെങ്കിൽ പരമാധികാരത്തിന് കുറവ് സംഭവിച്ചു. ക്ഷേമരാഷ്ട്രങ്ങൾ രാജ്യത്ത് നിയമവും സമാധാനവും സുരക്ഷയും മാത്രം നടപ്പിലാക്കേണ്ടുന്ന പരിമിത രാഷ്ട്രമായി മാറ്റപ്പെട്ടു. അതുമൂലം വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഗവൺമെന്റുകളുടെ അധികാരം പരിമിതമായി. ബഹുരാഷ്ട്ര കമ്പനികൾ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥിതിയുണ്ടാവുകയും അന്തർദേശീയ സംഘടനകളുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്തു. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുതയും പകപോക്കലും അധികരിച്ചു. പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ എല്ലാ വിവരങ്ങളും വളരെ പെട്ടെന്ന് ശേഖരിക്കുവാൻ സാധിക്കുന്നു. ഇവയൊക്കെ ആഗോളവൽക്കരണത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ്. അടുത്തത് 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 18ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കുന്നതിൽ രാജ്യം നേരിട്ട വെല്ലുവിളികൾ വിശദമാക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കുന്നതിൽ രാജ്യം നേരിട്ട വെല്ലുവിളികൾ വിശദമാക്കുക. ഭാഗം 1 പേജ് നമ്പർ 32 നോക്കുക. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും മോചനം നേടിയ രാജ്യങ്ങളിൽ പലതും സൈനിക ഭരണത്തിനോ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ കീഴിലുള്ള ഭരണത്തിനോ പ്രാമുഖ്യം നൽകിയപ്പോൾ ഇന്ത്യ ജനാധിപത്യത്തിന്റെ പാതയാണ് സ്വീകരിച്ചത്. അതിന് കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരം തന്നെ ജനാധിപത്യം എന്ന ആശയത്തിലൂന്നിയാണ് നടന്നത്. എന്നാൽ ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കുന്നതിൽ രാജ്യം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. അവയിൽ ചിലത് നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യവും നിരക്ഷരതയും സാമൂഹിക പിന്നോക്കാവസ്ഥയും കൂടുതലായിരുന്നു. കൂടാതെ ഭാഷ, മതം, ജാതി, സംസ്കാരം തുടങ്ങിയ വൈവിധ്യങ്ങൾ നിലനിന്നിരുന്ന ഇന്ത്യയിൽ ദേശീയ ഐക്യം ഉറപ്പാക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. സമ്പത്ത്, വിദ്യാഭ്യാസം, ജാതി, മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസം കാണിക്കാതെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം നൽകുന്നതിനായി വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത്, നിരക്ഷരരായ ജനങ്ങൾ കൂടുതലുള്ള സാഹചര്യത്തിൽ അത് നടപ്പിലാക്കുക എന്നതും, പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണവും വലിയ വെല്ലുവിളിയായിരുന്നു. ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കുവാൻ ലോക്സഭയിലേക്ക് 489 അംഗങ്ങളെയും സംസ്ഥാന നിയമസഭകളിലേക്ക് 3283 അംഗങ്ങളെയും തിരഞ്ഞെടുക്കണമായിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഒരുക്കൽ, ജനപങ്കാളിത്തം ഉറപ്പുവരുത്തൽ
എന്നിവയൊക്കെ വലിയ വെല്ലുവിളിയായിരുന്നു. 1950 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സുകുമാർ സെൻ നിയമിക്കപ്പെട്ടു. 1951-52 ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി 3 ലക്ഷത്തിലധികം പോളിംഗ് ഓഫീസർമാരെയും പോളിംഗ് സ്റ്റാഫുകളെയും നിയമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. 19ാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകൾ ചർച്ച ചെയ്യുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകൾ ചർച്ച ചെയ്യുക. ഭാഗം 1 പേജ് നമ്പർ 55 ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന ഭാഗം നോക്കുക. 1951 ഡിസംബറിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് പ്രസിദ്ധീകരിച്ചത്. ഡോക്ടർ KN രാജ് പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1951-56 ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഡാമുകൾ, ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ആദ്യത്തെ 2 ദശാബ്ദങ്ങളിൽ വികസന രംഗത്ത് ഇന്ത്യ സാവധാനം മുന്നേറണമെന്നും ത്വരിതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും കണക്കാക്കപ്പെട്ടു. ഇവയൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകൾ. അടുത്തത് 20ാമത്തെ ചോദ്യം, 1978 മുതൽ ചൈന സ്വീകരിച്ച പുത്തൻ സാമ്പത്തിക നയ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. 1978 മുതൽ ചൈന സ്വീകരിച്ച പുത്തൻ സാമ്പത്തിക നയ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 61 നോക്കുക. ഡെങ് സിയാവോപിങ് അധികാരത്തിലെത്തിയതോടെയാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമാധികാരത്തിൽ കോട്ടം തട്ടാതെ തന്നെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കാൻ ഡെങ് ശ്രമിക്കുകയും 1978 തുറന്ന വാതിൽ നയവും സാമ്പത്തിക പരിഷ്കാരങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിഷ്കരണ നടപടികളുടെ അടിസ്ഥാന ആശയങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരീകരണം, ചരക്കുൽപാദനം, കമ്പോള വ്യവസ്ഥ, സ്വകാര്യ ഉടമസ്ഥത എന്നിവയായിരുന്നു. അതേ തുടർന്ന് 1982 കൃഷിയെയും 1998 വ്യവസായത്തെയും സ്വകാര്യവൽക്കരിച്ചു. പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ വ്യാപാര വിലക്കുകളും തടസ്സങ്ങളും ഒഴിവാക്കുകയും അവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ വിദേശ നിക്ഷേപകരെ അനുവദിച്ച കമ്പോളാനുകൂല സോഷ്യലിസം ചൈനയിൽ വിസ്മയകരമായ പുരോഗതി കൈവരിച്ചു. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപത്തിനുള്ള കേന്ദ്രമായി തീർന്നു. കൂടാതെ 2001 ചൈനയ്ക്ക് ലോക വ്യാപാര സംഘടനയിൽ അംഗത്വവും ലഭിച്ചു. 21ാമത്തെ ചോദ്യം, പാകിസ്ഥാനിലെ ജനാധിപത്യ രാഷ്ട്രീയം ശാശ്വതമല്ല. സ്ഥിരതയുള്ള ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ പരിശോധിക്കുക. പാകിസ്ഥാനിലെ ജനാധിപത്യ രാഷ്ട്രീയം ശാശ്വതമല്ല. സ്ഥിരതയുള്ള ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ പരിശോധിക്കുക. ഭാഗം 2 പേജ് നമ്പർ 70 നോക്കുക. സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യ ഭരണവും സൈനിക ഭരണവും മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അതിനാൽ സ്ഥിരതയുള്ള ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയുണ്ടായി. അതിന്റെ കാരണങ്ങൾ നോക്കാം. പാകിസ്ഥാനിൽ സൈന്യത്തിനും മത മേധാവികൾക്കും യാഥാസ്ഥിതിക ഭൂവുടമ വർഗത്തിനുമുള്ള മേധാവിത്വം, ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സൈനിക അനുകൂല മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്ന മനോഭാവം, പാകിസ്ഥാനിലെ ജനാധിപത്യ ഭരണക്രമത്തിന് അന്തർദേശീയ പിന്തുണ ലഭിക്കാത്ത സാഹചര്യം, സൈനിക ഭരണം പാശ്ചാത്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ തടയുമെന്നുമുള്ള വാദങ്ങൾ, ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ സ്ഥിരതയുള്ള ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ. ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ കുറച്ച് കൂടുതൽ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിന്റെ സ്കോർ നോക്കി ഉത്തരം എഴുതിയാൽ മതി. അടുത്തത് 22ാമത്തെ ചോദ്യം, ലോകം നേരിടുന്ന പുതിയ സുരക്ഷാ ഭീഷണികളുടെ ഏതെങ്കിലും 4 ഉറവിടങ്ങൾ വിവരിക്കുക. ലോകം നേരിടുന്ന
പുതിയ സുരക്ഷാ ഭീഷണികളുടെ ഏതെങ്കിലും 4 ഉറവിടങ്ങൾ വിവരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 104 നോക്കുക. സുരക്ഷാ ഭീഷണിയുടെ പുതിയ സ്രോതസ്സുകൾ എന്നത് ആധുനിക ലോകത്ത് രാജ്യങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പുതിയ തലത്തിൽ വളർന്നു വരുന്ന വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ യുദ്ധങ്ങളും ആയുധങ്ങളുമായിരുന്നു പ്രധാന ഭീഷണികളെങ്കിൽ ഇപ്പോൾ ഭീകരവാദം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ആഗോള ദാരിദ്ര്യം, കുടിയേറ്റം, പകർച്ചവ്യാധികൾ, കാലാവസ്ഥാ വ്യതിയാനം, സൈബർ ആക്രമണം തുടങ്ങിയവയും വലിയ സുരക്ഷാ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. അവയിൽ ചിലത് നോക്കാം. ഭീകരവാദം. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ വളർച്ച വലിയൊരു ആഗോള ഭീഷണിയാണ്. അവർക്കിഷ്ടമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യത്തെയോ അവസ്ഥയെയോ ബലപ്രയോഗത്തിലൂടെയോ ഭീഷണികളിലൂടെയോ ആക്രമണങ്ങളിലൂടെയോ മാറ്റുവാൻ ശ്രമിക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ. ഇന്ന് ലോകത്താകമാനം നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ മാനവ സുരക്ഷയ്ക്കും ആഗോള സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവയൊന്ന് നോക്കാം. രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തികവും സാമൂഹികവുമായ അവകാശങ്ങൾ, കോളനീകരിക്കപ്പെട്ട ജനങ്ങളുടെയും വംശീയ തദ്ദേശീയ ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ. ഭൂമുഖത്ത് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം UN ചാർട്ടർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ലോകത്താകമാനം മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആഗോള ദാരിദ്ര്യം നോക്കാം. ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോക ജനസംഖ്യയാണ് ആഗോള ദാരിദ്ര്യത്തിന്റെ മുഖ്യ കാരണം. ആഗോള ദാരിദ്ര്യം ഏറെ അനുഭവിക്കുന്നത് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. കുടിയേറ്റം. ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും രാഷ്ട്രങ്ങളുടെ വിഭജനവും മൂലം ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നു. അനിയന്ത്രിതമായ കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും ഇന്ന് ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു. പകർച്ചവ്യാധികൾ. ആഗോളതലത്തിൽ പടരുന്ന പുതിയ രോഗങ്ങൾ ജനങ്ങളുടെ ആരോഗ്യവും രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയും തകർക്കുന്ന സുരക്ഷാ ഭീഷണികളാണ്. ടൂറിസത്തിലൂടെയും വ്യാപാര വാണിജ്യത്തിലൂടെയും സൈനിക നീക്കങ്ങളിലൂടെയും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. ഇവയൊക്കെ ഇന്ന് ലോകം നേരിടുന്ന പുതിയ സുരക്ഷാ വെല്ലുവിളികളാണ്. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. കൂടാതെ മറ്റെല്ലാ വിഷയങ്ങളുടെയും ക്ലാസുകൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.